പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് സെപ്റ്റംബർ മാസം 29 തീയതി തിങ്കളാഴ്ച. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായം 7 വാക്യം. അവന് യോഹന്നാൻ എന്നു പേർ, അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറവാൻ വന്നു. ഈ വചനം യോഹന്നാൻ സ്നാപകന്റെ ദൗത്യത്തെക്കുറിച്ച് വിവരിക്കുന്നു. യോഹന്നാൻ ക്രിസ്തുവിനെ കുറിച്ച് ലോകത്തിന് സാക്ഷ്യം നൽകുന്നവനായി കടന്നു വന്നു. മനുഷ്യരെ യഥാർത്ഥ വെളിച്ചമായ ക്രിസ്തുവിലേക്ക് നയിക്കുന്നതിനായി ദൈവം അയച്ച ദൂതനായിരുന്നു യോഹന്നാൻ. യോഹന്നാൻ സ്നാപകൻ തൻ്റെ ജീവിതം മുഴുവനും ഒരു ലക്ഷ്യത്തിനായി ഒരുക്കിയവനായിരുന്നു: ക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തുക. തൻ്റെ പേരിനോ മഹത്വത്തിനോ വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചില്ല, മറിച്ച് വെളിച്ചമായ ക്രിസ്തുവിൻ്റെ വരവിനായി ജനങ്ങളെ തയ്യാറാക്കുവാനാണ് അവനെ ദൈവം നിയോഗിച്ചത്. ആ ദൗത്യം യോഹന്നാൻ നിറവേറ്റുന്നു. യോഹന്നാന്റെ സേവനം ഒരു സാക്ഷിയുടെ ഉത്തരവാദിത്വം നമ്മെ പഠിപ്പിക്കുന്നു. ക്രിസ്തുവിനെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഓരോരുത്തരും തൻ്റെ ജീവിതത്തിലൂടെ ലോകത്തിന് ക്രിസ്തുവിൻ്റെ സാക്ഷിയായി നിലകൊള്ളേണ്ട ഉത്തരവാദിത്വമുണ്ടെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. വിശ്വാസിയുടെ ജീവിതം വെറും വാക്കുകളിൽ മാത്രമല്ല, പ്രവൃത്തികളിലും ജീവിതം മുഴുവനും ക്രിസ്തുവിൻ്റെ സാക്ഷിയായിരിക്കേണ്ടതുണ്ട്. യോഹന്നാൻ സ്വന്തം അനുഭവം, ദൈവിക വിളി, ദർശനം എന്നിവ ലോകത്തോട് തുറന്നു പറഞ്ഞ് സാക്ഷ്യം നൽകി. യോഹന്നാനെ പോലെ നമ്മുടെ ദൗത്യവും ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുക എന്നതാണ്. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ക്രിസ്തുവിൻ്റെ സ്നേഹം പ്രതിഫലിപ്പിക്കുമ്പോൾ നമ്മെ കാണുന്നവർക്ക് യേശുവിൻ്റെ മുഖം തെളിയും. മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് ആനയിക്കാനുള്ള ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കേണ്ടതുണ്ട്. നമ്മുടെ ഓരോ വാക്കും പ്രവൃത്തിയും മറ്റുള്ളവർക്ക് യേശുവിൽ വിശ്വസിക്കുവാൻ പ്രചോദനമാകണം. ആളുകളെ നമ്മുടെ കഴിവിലേക്കോ സ്ഥാനത്തിലേക്കോ അല്ല, യേശുവിലേക്കാണ് നയിക്കേണ്ടത്. സ്വന്തം പ്രശസ്തിയും മഹത്വവും വേണ്ടെന്ന് വെച്ച് ദൈവത്തിൻ്റെ മഹത്വം മാത്രം തേടുന്ന ജീവിതമാണ് ഒരു വിശ്വാസിയുടേത്. ദൈവനിയോഗത്താൽ യോഹന്നാൻ തൻ്റെ വിളിയിൽ ഉറച്ചു നിന്നു. വിരോധങ്ങളും പരീക്ഷണങ്ങളും വന്നെങ്കിലും സാക്ഷ്യത്തിൽ അവൻ പിന്നോട്ട് ഇല്ലായിരുന്നു. യോഹന്നാൻ സ്നാപകന്റെ ജീവിതം ക്രൈസ്തവ വിശ്വാസിക്ക് വലിയൊരു പ്രചോദന മാതൃകയാണ്. അവൻ ലോകത്തിൽ വന്നത് സ്വയം ഉയർത്തുവാനല്ല, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാനായിരുന്നു. അവൻ്റെ നിലപാട് നമ്മെ ശക്തമായി ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യം മറ്റുള്ളവർ നമ്മെ കണ്ട് ക്രിസ്തുവിനെ വിശ്വസിക്കുവാൻ സഹായിക്കുക എന്നതാണ്. വിശ്വാസികൾക്ക് ദൈവം ഏൽപ്പിച്ച ചെറുതോ വലുതോ ആയ ദൗത്യത്തിൽ നാം ഓരോരുത്തരും കുടുംബത്തിലും സമൂഹത്തിലും ജോലി സ്ഥലങ്ങളിലും ക്രിസ്തുവിൻ്റെ വെളിച്ചം ജീവിക്കുന്ന സാക്ഷികളായി തീരണം. നമ്മുടെ പ്രവൃത്തികളും വാക്കുകളും മറ്റുള്ളവർക്ക് യേശുവിനെ കാണാനും അവനിൽ വിശ്വസിക്കുവാനും പ്രചോദനം നൽകണം. അതിന് തക്കതായ സാക്ഷ്യത്തോടെ ജീവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, യോഹന്നാനെ പോലെ എൻ്റെ ജീവിതവും ക്രിസ്തുവിൻ്റെ വെളിച്ചം ലോകത്തിന് തെളിയിക്കുന്ന സാക്ഷിയായി മാറുവാൻ സഹായിക്കണമേ. എൻ്റെ വാക്കുകളും പ്രവൃത്തികളും വഴി മറ്റുള്ളവർ നിന്നെ അറിയുവാനും വിശ്വസിക്കുവാനും പ്രചോദനമാകണമേ. സ്വയം ഉയർത്താതെ നിന്റെ നാമം മാത്രം മഹത്വപ്പെടുത്തുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.